ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു എഗ് സമൂനയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സമൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ സാൻഡ്വിച്ച് പോലെ തന്നെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് എന്ത് സമൂന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് വെച്ചിട്ടൊരു സമൂനയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള എഗ് സമൂന ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് പോർഷനാണ് ഇത്. ആ വൈറ്റ് പോർഷൻ ഞാൻ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു സബോള, അതേപോലെ തന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇത് 3ഉം ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് യോഗർട്ടും. ഇത്രയാണ്. ദെൻ ഞാൻ ആ പുഴുങ്ങിയ കോഴിമുട്ടയുടെ ഉണ്ണിയാണ്. ആ ഉണ്ണി അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് ഫോക്ക് വെച്ചൊന്ന് അമർത്തി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ടയുടെ വെള്ളയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമൂന കഴിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. ഒരു എഗ്ഗിൻ്റെ ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. അത്രയും നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ നമ്മളിത് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് അതിലേക്ക് ക്യാരറ്റ് ഞാൻ 1 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ക്യാപ്സിക്കം ഞാനിവിടെ യെല്ലോ കളറിലുള്ളതും അതേപോലെ തന്നെ ഗ്രീൻ കളറിലുള്ളതുമാണ്. പിന്നെ ഒരു സബോള, ആ സബോളയും ഇതേപോലെ തന്നെ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 3ഉം കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന യോഗേർട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അടുത്ത ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൊത്തം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ബൈൻഡായി ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ് നമ്മുടെ ബ്രെഡിൽ വെക്കുമ്പോൾ നല്ല പോലെ ഒട്ടിച്ചേർന്ന് നിൽക്കണം. ആ ഒരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ യോഗേർട്ട് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതിൽ മയോണൈസ് യൂസ് ചെയ്യാം, പക്ഷേ മയോണൈസിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാവുക നമ്മുടെ യോഗേർട്ടാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ യോഗേർട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി യോഗേർട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികമൊന്നുമില്ല, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അധികമൊന്നും എരിവില്ലാത്തൊരു സാൻഡ്വിച്ച് ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ നമ്മുടെ സമൂന ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 2 പോർഷനിലും അതിൻ്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തും ഒരേപോലെ തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ സമൂനയോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നോർമലി ഉള്ള ഇതല്ലാണ്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഒരു ചെറിയതായിട്ടൊരു ക്രിസ്പിനെസ്സും കൂടി നമ്മുടെ ബ്രെഡിന് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് 2 ഭാഗവും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കിയതിന് ശേഷം ഞാനിത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പീനട്ട് ബട്ടറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പീനട്ട് ബട്ടർ വേണ്ട എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പീനട്ട് ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പീനട്ട് ബട്ടറും കൂടി വരുമ്പോഴാണ് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് അല്ലെങ്കിൽ ഒരു സമൂനയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പീനട്ട് ബട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നോർമലി ഉള്ള പീനട്ട് ബട്ടർ അല്ല, കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ്. അതായത് പീനട്ടിൻ്റെ കുറച്ച് കഷ്ണങ്ങളും കൂടി അതിലുണ്ട്. അപ്പോൾ അത്
കഴിക്കുമ്പോൾ ഒന്ന് പീനട്ടിൻ്റെ കഷ്ണങ്ങളും കൂടി അതിൽ കടിക്കാൻ കിട്ടും. അതുപോലെയുള്ള പീനട്ട് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഏത് പീനട്ട് ബട്ടർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ളതാണ്. അപ്പോൾ പീനട്ട് ബട്ടർ ഞാൻ ആ ഒരു ബ്രെഡിൻ്റെ മുകളിൽ മുഴുവനായിട്ട് 2 പീസിൻ്റെയും മുകളിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ എഗ്ഗിൻ്റെ മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തിക്ക് ലെയറായിട്ട് തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ അത്യാവശ്യം നല്ല വയറ് ഫുള്ളാവുന്ന രീതിയിലുള്ള ഒരു സമൂനയാണ്. അപ്പോൾ നല്ല രീതിയിൽ തിക്കായിട്ടുള്ള ഒരു ലെയറായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്ന രീതിയിലാണ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ബ്രെഡ് പീസും കൂടി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ സെക്കൻഡ് വണ്ണും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എഗ് സമൂന എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ ഹെൽത്തിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ടേസ്റ്റിന് ഒട്ടും കോംപ്രമൈസ് ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സമൂനയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.